ലേവ്യർ 15-ാം അധ്യായം. കർത്താവ് മോശയോടും അഹറോനോടും പറഞ്ഞു, നിങ്ങൾ ഇസ്രായേല്യരോട് സംസാരിക്കുവിൻ. അവരോട് നിങ്ങൾ പറയണം, ശരീരത്തിൽ നിന്ന് സ്രവം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓരോ ആളും മലിനനാണ്. അവൻ്റെ സ്രവത്താലുള്ള മലിനത ഇതായിരിക്കും: അവൻ്റെ ശരീരം സ്രവം ഒഴുകുമ്പോഴും സ്രവത്തിൽ നിന്ന് അവൻ്റെ ശരീരം വിരമിക്കുമ്പോഴും അത് അവൻ്റെ മലിനതയാണ്. സ്രവമുള്ളവൻ കിടക്കുന്ന ഏത് കിടക്കയും മലിനമാണ്. അവൻ ഇരിക്കുന്ന ഏതിരിപ്പിടവും മലിനമായിരിക്കും. അവൻ്റെ കിടക്ക തൊടുന്നയാൾ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ ഇരുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ്റെ ശരീരത്തിൽ തൊടുന്നവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ ശുദ്ധിയുള്ളവൻ്റെ മേൽ തുപ്പിയാൽ അവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ യാത്ര ചെയ്യുന്ന ഏതു വാഹനവും മലിനമായിരിക്കും. അവൻ്റെ കീഴെയുള്ള എന്തിനെയെങ്കിലും സ്പർശിക്കുന്ന ആരും വൈകുന്നേരം വരെ മലിനനായിരിക്കും. അവയെടുക്കുന്നവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. കൈകൾ വെള്ളത്തിൽ ധാര കോരാതെ സ്രവമുള്ളവൻ ആരെ സ്പർശിച്ചാലും അവൻ സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം. ഓരോ മരപ്പാത്രവും വെള്ളം കൊണ്ട് ധാര കോരപ്പെടണം. സ്രവമുള്ളവൻ സ്രാവത്തിൽ നിന്ന് ശുദ്ധിയുള്ളവനാകുമ്പോൾ തൻ്റെ ശുദ്ധീകരണാനുഷ്ഠാനത്തിനായി 7 ദിവസം കണക്കുകൂട്ടണം. തുടർന്ന് ഒഴുകുന്ന വെള്ളത്തിൽ അവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും തൻ്റെ ദേഹം കഴുകുകയും വേണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ തനിക്ക് വേണ്ടി 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എടുക്കണം. കർത്തൃസന്നിധിയിൽ സമാഗമകൂടാരവാതിൽക്കൽ ചെന്നിട്ട് അവൻ അവയെ പുരോഹിതന്റെ പക്കൽ ഏൽപ്പിക്കണം. ഒന്നിനെ പാപമുക്തിയാഗമായും ഒന്നിനെ ഹോമയാഗമായും പുരോഹിതൻ അവയെ അർപ്പിക്കണം. അങ്ങനെ അവൻ്റെ സ്രാവത്തെ പ്രതി പുരോഹിതൻ അവനു വേണ്ടി കർത്തൃസന്നിധിയിൽ പരിഹാരം ചെയ്യണം. ബീജസ്ഖലനമുണ്ടായാൽ പുരുഷൻ തൻ്റെ ദേഹം മുഴുവൻ വെള്ളം കൊണ്ട് കഴുകണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്ഖലിത ബീജം പറ്റിയ ഏതു വസ്ത്രവും ഏതു തുകലും വെള്ളം കൊണ്ട് കഴുകണം. അത് വൈകുന്നേരം വരെ മലിനമായിരിക്കും. സ്ത്രീയോടൊത്ത് ശയിക്കുന്ന പുരുഷന് ബീജസ്ഖലനമുണ്ടായാൽ അവർ വെള്ളത്തിൽ കുളിക്കണം. വൈകുന്നേരം വരെ അവർ മലിനരായിരിക്കും. സ്ത്രീ സ്രവാവസ്ഥയിലായിരിക്കുകയും അവളുടെ ശരീരത്തിലെ സ്രവം രക്തമായിരിക്കുകയും ചെയ്താൽ 7 ദിവസത്തേക്ക് അവൾ ആർത്തവത്തിലാണ്. അവളെ സ്പർശിക്കുന്നയാരും വൈകുന്നേരം വരെ മലിനനായിരിക്കും. അവളുടെ ആർത്തവകാലത്ത് അവൾ കിടക്കുന്നതെന്തും മലിനമായിരിക്കും, ഇരിക്കുന്നതെന്തും മലിനമായിരിക്കും. അവളുടെ കിടക്ക സ്പർശിക്കുന്ന ആരും വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. വൈകുന്നേരം വരെ അവർ മലിനരായിരിക്കും. അവൾ ഇരുന്ന ഏതിരിപ്പിടത്തിലും സ്പർശിക്കുന്ന ആരും വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. കിടക്കമേലുള്ളതിനെയോ അവൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്മേലുള്ളതിനെയോ ഒരുവൻ സ്പർശിച്ചാലും അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. പുരുഷൻ അവളെ പ്രാപിക്കുകയാണ് ചെയ്തതെങ്കിൽ അവളുടെ ആർത്തവ മലിനത അവൻ്റെ മേൽ ഉണ്ടാവുകയും അവൻ 7 ദിവസത്തേക്ക് മലിനനായിരിക്കുകയും ചെയ്യും. അവൻ കിടക്കുന്ന ഏത് കിടക്കയും മലിനമായിരിക്കും. ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ ഏറെ ദിവസത്തേക്ക് രക്തസ്രാവമുണ്ടാകുകയോ ആർത്തവശേഷം രക്തസ്രാവം തുടരുകയോ ചെയ്താൽ അവളുടെ മലിനതയുടെ സ്രവദിനങ്ങളെല്ലാം ആർത്തവദിനങ്ങൾ പോലെയായിരിക്കും. അവൾ മലിനയാണ്. രക്തസ്രാവ ദിവസങ്ങളെല്ലാം അവൾ കിടക്കുന്ന എല്ലാ കിടക്കയും അവൾക്ക് തൻ്റെ ഋതുകാലത്തെ കിടക്ക പോലെയായിരിക്കും. അവൾ ഇരിക്കുന്ന ഇരിപ്പിടമെല്ലാം ഋതുകാല മലിനത പോലെ മലിനമായിരിക്കും. ഇവ സ്പർശിക്കുന്ന ആരും മലിനനായിരിക്കും. അവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. അവൾ തൻ്റെ സ്രാവത്തിൽ നിന്ന് ശുദ്ധി പ്രാപിച്ചാലും 7 ദിവസം കൂടി അവൾ കണക്കാക്കണം. അതിനുശേഷമേ അവൾ ശുദ്ധിയുള്ളവളാകൂ. 8-ാം ദിവസം അവൾ തനിക്ക് വേണ്ടി 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എടുത്ത് അവയെ സമാഗമ കൂടാരവാതിൽക്കൽ പുരോഹിതന്റെ പക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒന്നിനെ പാപമുക്തിയാഗവും മറ്റേതിനെ ഹോമയാഗവുമാക്കണം. സ്രവം മൂലമുള്ള അവളുടെ മലിനതയെ പ്രതി പുരോഹിതൻ കർത്തൃസന്നിധിയിൽ അവൾക്കു വേണ്ടി പരിഹാരം ചെയ്യണം. തങ്ങളുടെ മധ്യത്തിലുള്ള എൻ്റെ ആലയത്തെ തങ്ങളുടെ മലിനത വഴി പങ്കിലമാക്കി അവർ മരിക്കാതിരിക്കേണ്ടതിന് ഇസ്രായേല്യരെ അവരുടെ മലിനതയിൽ നിന്ന് നീ അകറ്റി നിർത്തണം. ഇതാണ് സ്രവമുള്ളയാളെ സംബന്ധിച്ച നിയമം. അതായത്
തന്നിൽ ബീജസ്ഖലനം സംഭവിക്കുക വഴി മലിനനാകുന്നവനെയും അർത്ഥവാതുരയായവളെയും പുരുഷനോ സ്ത്രീയോ ആകട്ടെ സ്രവമുള്ള ആരെയും മലിനയായവളോടൊപ്പം ശയിക്കുന്ന പുരുഷനെയും സംബന്ധിച്ചുള്ളത്.